ഹായ് ഡിയേഴ്സ്, അപ്പം എന്തൊക്കെയുണ്ടെങ്കിൽ എല്ലാവരും വിശേഷം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ക്ലീനിങ് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് തമ്പനയിലും ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ കാര്യം പിടികിട്ടിയില്ലേ. അപ്പോൾ നമ്മളെ വീട്ടമ്മമാരെ സംബന്ധിച്ച് ഈ ക്ലീനിങ് എന്ന് പറയുന്നത് അങ്ങനെ മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു പരിപാടിയല്ലല്ലേ. മാറ്റി വെച്ച് കഴിഞ്ഞാൽ അഥവാ മടി പിടിച്ചൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ഇരട്ടിപ്പണിയായിട്ട് നമ്മൾ തന്നെ ചെയ്ത് തീർക്കേണ്ടി വരും. അപ്പോൾ ഈ ക്ലീനിങ്ങിൽ തന്നെ കുറച്ച് ലൊട്ടിലൊടുക്ക് പരിപാടികൾ ഉണ്ടാവും, സിമ്പിളായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ക്ലീനിങ് ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഈ കാണിക്കണ പോലത്തെ കുറച്ച് അലാക്ക് പിടിച്ച കുറച്ച് മെനക്കെട്ട് ചെയ്യേണ്ട കുറച്ച് ക്ലീനിങ്ങിൻ്റെ പരിപാടികളും ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ക്ലീനിങ് പരിപാടികൾക്ക് വേണ്ടിയിട്ട് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മൾട്ടി പർപ്പസ് പ്രൊഡക്റ്റ് നമുക്ക് കൈ കിട്ടിയാലോ. ഇവനാണ് നമ്മളെ താരം WD-40 എന്ന് പറഞ്ഞിട്ടുള്ള മൾട്ടി പർപ്പസ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ WD-40ൻ്റെ യൂസസ് ഒന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ അന്തം വിട്ട കുന്തം പോലെ നോക്കി നിന്നോ, വിജറമ്പിച്ച് പോവും മക്കളെ. അത്രയും യൂസേഴ്സ് ഉള്ള ഒരു സംഗതിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മളെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈസിലി ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ, ഈ WD-40 എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആമസോണിൻ്റെ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആ ലിങ്ക് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. സംഗതി നമ്മൾ ഇവനൊരു ഓൾറൗണ്ടർ ആണെന്ന് പറഞ്ഞല്ലോ WD-40. അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് എൻ്റെ കൈ കിട്ടിയപ്പോൾ ഞാൻ ചെയ്ത കുറച്ച് ക്ലീനിങ് അപാരതകൾ ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഈ മൺസൂൺ കാലം കൊണ്ട് ആയിക്കഴിഞ്ഞാൽ പൂപ്പലും കൂടെ പോരുന്ന ഒരാളാണല്ലേ. ഈ പൂപ്പൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര വൃത്തിയാക്കി വെച്ചാലും അതേപടി തന്നെ ആവും, പഴയതുപോലെ തന്നെ. ഒരു വൃത്തിയാക്കി തന്നെ ഒരു സംതൃപ്തി നമുക്ക് കിട്ടൂലല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ WD-40 വെച്ചിട്ട് നമ്മളെ ഷൂവും കാര്യങ്ങളൊക്കെ വേഗം പൂപ്പൽ പിടിക്കുന്ന സംഗതിയാണ്. അപ്പോൾ ഇങ്ങനെ എടുക്കാണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഡെയിലി ഒന്നും ഉപയോഗിക്കാത്ത ഷൂവും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം അതോ ഗതിയാണ്. എടുക്കുന്ന സമയത്ത് ഒന്നിനും പറ്റാത്ത അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഇതുപോലെ ഒന്ന് WD-40 സ്പ്രേ ചെയ്തിട്ടൊന്ന് തുടച്ചൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൂപ്പ് പിടിക്കൂല. ഈ കുറേ കാലത്തേക്ക് ഇതുപോലെ തന്നെ ആ ഒരു ഷൈനിങ് തന്നെ നമുക്ക് കിട്ടും. പിന്നെ അത്യാവശ്യം നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒന്നും കൂടി WD-40 ഒരു തുണിയിലോ എന്തെങ്കിലും ആക്കിയിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായി സംഗതി. അതുവരെ മൈൻഡ് ആക്കാണ്ട് ഒരു മൂലക്കിലിടുന്ന സംഗതി മഴക്കാലം കൊണ്ട് മൺസൂൺ കാലം കൊണ്ട് ആകുമ്പോഴത്തേക്ക് നമ്മൾ തിരഞ്ഞ് തപ്പി പിടിച്ചെടുത്ത് കൊണ്ടുവരില്ലേ. അത്യാവശ്യത്തിന് പുറത്തേക്ക് പെട്ടെന്നൊന്ന് പോകാൻ വേണ്ടി കുട തുറക്കുമ്പോഴായിരിക്കും ഈ ഒരു അവസ്ഥയിൽ ജാമായി കിടക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഉണ്ടാവാം. തുറക്കാനും അടയ്ക്കാനൊക്കെ ഒരു പാടായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് WD-40 നമ്മളെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ആ ഒരു ജോയിൻറ്റിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നട്ടുള്ള ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് നമുക്ക് കുട ആ ഒരു സ്റ്റക്ക് ആവാണ്ട് ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അടുത്ത WD-40ൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഒക്കെ അധിക വീട്ടിലും ഡെക്കോർ ഐറ്റംസ് ആയിട്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് പൊടി പിടിക്കുന്ന സംഗതികളാണ് ഇതൊക്കെ. അപ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അപ്പം പെട്ടെന്നൊന്ന് പൊടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ WD-40 വെച്ചിട്ട് ആദ്യം ഒന്ന് ഇതുപോലെ തുണി വെച്ച് നല്ല രീതിയിലൊന്ന് തുടച്ചൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ഒരു നല്ല വൃത്തിയാക്കി വെച്ച ആ ഒരു പ്ലാന്റിലേക്ക് പിന്നെയും ഇതുപോലെ ഒന്ന് WD-40 ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടി പിടിക്കാണ്ട് ഇതൊക്കെ കുറേ കാലം നമുക്ക് നല്ല ഷൈനിങ്ങോട് കൂടി തന്നെ കുറേ കാലം ഇതുപോലെ തന്നെ കിട്ടും. അത് സംഗതി അടിപൊളിയായില്ലേ. അപ്പോൾ ഇനിയുണ്ട് കേട്ടോ, കുറേ 100-ലധികം യൂസസ് ആണ് ഈ ഒരു WD-40 ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ വീട്ടിൽ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തമ്പനയിൽ പറഞ്ഞ പോലെ തന്നെ ക്ലീനിങ് നമുക്ക് ഒരു പരിധി വരെ ഈ ലൊട്ടിലൊടുക്ക് ക്ലീനിങ് ഉണ്ടല്ലോ, എന്താ പറയുക, ഒരു അലാക്ക് പിടിച്ച ക്ലീനിങ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് ഈസി ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് ക്ലീനിങ്ങിന് മാത്രമല്ല, നമുക്കൊരു വാർണിഷായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു പോളിഷായിട്ടോ നമുക്ക് ഈ വുഡിലൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോളിഷ് പോലും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പം മുന്നിൽ ഉള്ള ഈ ഒരു ജനവാതിൽ ഞാൻ ഇതുപോലെ പെട്ടെന്ന് പൊടി പിടിക്കുന്ന ഭാഗങ്ങളാണല്ലേ. അപ്പോൾ അതൊന്നും ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഈ WD-40 ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് WD-40 കൂടി വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഷൈനിങ് ആയിട്ട് പോളിഷ് അടിച്ച ആ ഒരു ഷൈനിങ് തന്നെ നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ ബ്രാസ് ഐറ്റംസ്, ഓട് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ഈ വിളക്ക്, കിണ്ടി, അതുപോലെ തന്നെ ചെറിയ ചെറിയ താലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തതൊക്കെ ക്ലീൻ ചെയ്യാൻ സൂപ്പർ സാധനമാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് അവിടെ വെക്കുക. കൂടുതൽ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് അധികം ടൈം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കുറച്ച് അധികം ടൈം വെക്കുക. അല്ലെങ്കിൽ ഒരു 2 പ്രാവശ്യമൊക്കെ ഒന്ന് സ്പ്രേ, 2-3 പ്രാവശ്യം, അതിൽ കൂടുതൽ സ്പ്രേ ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ തന്നെ നല്ല നീറ്റായി കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ സ്പ്രേ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതാ വിളക്ക് ഇതുപോലെ ഒരു തുണി വെച്ചിട്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഒരു തുണി വെച്ച് ഇങ്ങനെ തുടച്ചപ്പം തന്നെ നല്ല വ്യത്യാസമാണ് കണ്ടത്. അതുപോലെ തന്നെ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഈ ബ്രാസ് ഐറ്റംസ് ഇങ്ങനെ ഇതുപോലെ ഇതുകൊണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്.
രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ്. വൈഡായിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാനും പറ്റും. ഇതുപോലെ നമുക്ക് എന്താ പറയുക, ഈ സ്ട്രോയിൽ കൂടി നമുക്ക് സ്പ്രേ ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ് കേട്ടോ വേറൊരു പ്രത്യേകത. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു സ്ട്രോ വരുന്ന ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുന്ന ആ ഒരു ടൈപ്പിലാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിൽ നമ്മളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലത്തേക്ക് കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന വേറൊരു സംഗതിയാണ് ഈ വാതിലിൻ്റെയൊക്കെ വിജാവരിയൊക്കെ ഇങ്ങനെ ടൈറ്റായിട്ട് ചിലപ്പോൾ തുരുമ്പൊക്കെ പിടിച്ച് ടൈറ്റ് ആയതൊക്കെ ആണെങ്കിൽ ഭയങ്കര ഒച്ചപ്പാടും അടയ്ക്കാനൊക്കെ ഭയങ്കര മെനക്കെടായിരിക്കില്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് WD നമ്മളെ അടിപൊളിയായിട്ട് സഹായിക്കുന്ന ഒരു സംഗതിയാണ്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുക്കിംഗ് ഗ്യാസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഗ്യാസ് സ്റ്റവ് ഇപ്പോൾ ഗ്ലാസിൻ്റെ ആയാലും ഈ സ്റ്റീലിൻ്റെ ഒക്കെ ആയാലും നമ്മൾ ആ ബർണറൊക്കെ ഒന്ന് ഊരിയെടുത്ത് മാസത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണല്ലേ. ഈ കുക്കിങ്ങിൻ്റെ സമയത്ത് ഇതിൻ്റെ ബർണറിൻ്റെ ഉള്ളിലൊക്കെ കരടൊക്കെ കുടുങ്ങിയിട്ട് ലോ ഫ്ലെയിമിലേക്ക് കത്തുള്ളൂ, ശരിക്കും ഇങ്ങോട്ട് കത്തി കിട്ടൂല. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പം നമുക്ക് കൂടുതൽ ഗ്യാസും ആവശ്യമാവും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഇതാ WD-40 വെച്ചിട്ട് ഇതുപോലെ ബർണറിൻ്റെ മുകളിലാണെങ്കിലും ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒരു 10 മിനിറ്റ് സ്പ്രേ ചെയ്തിട്ട് അവിടെ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു തുണി ഉപയോഗിച്ചിട്ട് ഇതുപോലെ വൈപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ബർണർ ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്താലും അടിപൊളിയായിട്ട് ഇതുപോലെ നല്ല സൂപ്പറായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നത്തെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മളെ വീട്ടിൽ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഇപ്പോൾ ഡ്രില്ലുള്ളതാണെങ്കിൽ ഡ്രില്ലൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ ലാഡറൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ മടക്കി വെച്ച് സൂക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നട്ടും ബോൾട്ടൊക്കെ ഇങ്ങനെ കുറേ കാലം നമ്മൾ ഉപയോഗിക്കാണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമ്മളെ പ്ലെയർ, സ്പാൻഡർ, അങ്ങനത്തെ സംഗതികളൊക്കെ പെട്ടെന്ന് തുരുമ്പ് പിടിക്കുന്ന കാര്യങ്ങളാണ് ഈ ടൂൾസൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനത്തെ അത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്തതിനെ കൊണ്ടാണ്. അപ്പോൾ ഇതെന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിന് എടുത്ത് കൊണ്ടുവരുമ്പോഴായിരിക്കും മൊത്തം ജാമായി കിടക്കാം, മൊത്തം തുരുമ്പ് പിടിച്ച് നശിച്ച പോലെ ആയി കിടക്കാം. അപ്പോൾ അതിങ്ങനെ ഒരു 2 മാസമൊക്കെ കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ മാസത്തിലൊരിക്കലൊക്കെ ഈ ഒരു സ്പ്രേ വെച്ചിട്ട് WD-40 വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്തൊന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് എല്ലാ കാലവും നമുക്ക് അത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ ഞാൻ കാണിച്ചത് നമ്മളെ WD-40 മൾട്ടിപർപ്പസ് സ്പ്രേ വെച്ചിട്ട് ഞാൻ ചെയ്ത കുറേ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ, റിസൾട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, ഇത് കൂടാണ്ട് നമ്മളെ ലെതറിൻ്റെ ഐറ്റംസ്, ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, ഷൂ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ഈ കത്രികയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അതൊന്ന് സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മളെ കയ്യിൽ റിങ്ങൊക്കെ കുടുങ്ങി പോണ ആ ഒരു സിറ്റുവേഷനൊക്കെ വന്നാൽ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് ഊരിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഈ WD-40 വെച്ചിട്ട് നമ്മളെ ഈ ഓക്സിഡൈസ്ഡ് ജ്വല്ലറികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കി. അടിപൊളി റിസൾട്ടാണ് കിട്ടിയത്. ഈ ഒരു സമയത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഗതി തന്നെയില്ലേ ഓക്സിഡൈസ്ഡ് ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും അധികം ആൾക്കാരുടെ കയ്യിലും ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു 3-4 യൂസ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ആ കളറൊക്കെ ഒരു കറുത്ത കളറിലേക്ക് ഇരുണ്ട് പോകില്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ WD-40 നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് അവിടെ വെക്കുക. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് വേണമെങ്കിൽ ഒരു തുണി വെച്ച് തുടച്ചാൽ തന്നെ അതിൻ്റെ ആ ഒരു കളറിനെല്ലാം നല്ല മാറ്റം കിട്ടും. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ഷൈനിങ്ങോട് കൂടി തന്നെ നമ്മളെ പഴയ കളറിൽ തന്നെ നമുക്ക് ഈ ഒരു ജ്വല്ലറീസൊക്കെ നമുക്ക് കിട്ടും, റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അടുത്തൊരു പ്രധാനപ്പെട്ട WD-40 യൂസ് എന്ന് പറയുന്നത് നമ്മളെ ഈ സ്റ്റീലിൻ്റെ ടാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. മെയിനായിട്ട് ഈ ഹാർഡ് വാട്ടറൊക്കെ ഉള്ള ആൾക്കാരാണ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പൈപ്പിൻ്റെ കാര്യം ഒന്നും പറയാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഭയങ്കര വൃത്തികേടായിരിക്കും. എത്ര ക്ലീൻ ചെയ്താലും ആ ക്ലീൻ ചെയ്ത സമയത്ത് ആ ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ടെങ്കിലും പിന്നെയും ആ ഒരു രീതിയിൽ പെട്ടെന്ന് ആ ഒരു രീതിയിലേക്ക് തന്നെ പിന്നെയും എത്തൂലേ. പക്ഷേ ഈ ഒരു WD-40 വെച്ചിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, ഒരു 5-10 മിനിറ്റ് അവിടെ വെക്കുക, റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് സ്ക്രബ്ബർ വെച്ചിട്ടോ നല്ല സ്റ്റെയിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ക്രബ്ബർ വെച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളെ ടൂത്ത് ബ്രഷ് വെച്ച് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ തന്നെ ആ ഒരു സ്റ്റെയിനും കാര്യങ്ങളൊക്കെ പോകട്ടോ. വെറുതെ പറയുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ടത് ഈ ഒരു വ്യത്യാസങ്ങൾ നോക്കി ആദ്യം കാണിച്ച പൈപ്പാണോ ഇപ്പോൾ ഉള്ളത്, നല്ല അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ്ങിൽ നല്ല തിളക്കത്തിൽ തന്നെ കിട്ടിയിട്ടില്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ WD-40 ആഴ്ചയിൽ 2 ദിവസം വെച്ച് ഇതുപോലെ നമ്മൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാർഡ് വാട്ടർ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും കുഴൽക്കിണറിലെ വെള്ളമൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു രീതിയിൽ 2 ആഴ്ച കൂടുമ്പോൾ WD-40 വെച്ച് പൈപ്പും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഷൈനിങ് നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഈ ടാപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഹാർഡ് വാട്ടറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബാത്റൂമിൻ്റെ ടൈലിൻ്റെ കാര്യം ഇതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കും. എത്ര വൃത്തിയാക്കിയാലും ആ ഒരു സംതൃപ്തി നമുക്ക് കിട്ടില്ല
കിട്ടില്ല. കാണുമ്പോൾ തന്നെ നമുക്ക് വൃത്തിയാക്കിയതിനുള്ള നമ്മൾ എടുക്കുന്ന എഫേർട്ടിനുള്ള ഫലം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇതുപോലെ WD-40 ഒന്ന് നമ്മൾ ടൈലിൻ്റെ മേലേക്ക് അപ്ലൈ ചെയ്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 5-10 മിനിറ്റ് വെക്കുക. നല്ല സ്റ്റെയിനും കാര്യങ്ങളൊക്കെ കുറേ കാലങ്ങളായിട്ടുള്ള സ്റ്റെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇതുപോലെ നമ്മളൊന്ന് ആ ഒരു WD-40 സ്പ്രേ ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്ക്രബ്ബർ വെച്ചിട്ടോ സ്ക്രബ് ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നീറ്റായിട്ട് കിട്ടും. അപ്പോൾ സംഗതി ഇവനൊരു സൂപ്പർ ഹീറോ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു മൾട്ടിപർപ്പസ് സ്പ്രേ ഒരു ക്ലീനിങ് കാറ്റഗറിയിലേക്ക് മാത്രം നമുക്ക് ഒതുക്കി നിർത്താൻ പറ്റൂല അല്ലേ? ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന യൂസസ് എന്തൊക്കെയാണെന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഉപകാരമാണല്ലോ. അപ്പോൾ അത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയ്ക്ക് വിശേഷങ്ങളാണുള്ളത്. പുതിയൊരു വീഡിയോയിൽ പുതിയ ഡേ ഇൻ മൈ ലൈഫും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.